നമ്മളെപ്പോഴും പറയാറുണ്ട് എന്തോ നെഗറ്റീവ് ബ്രാൻഡിങ് ഉണ്ട്, പോസിറ്റീവ് ബ്രാൻഡിങ് ഉണ്ട്. നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും എന്താണ് ബ്രാൻഡ് ആയാൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, എല്ലാ പേക്കൂത്തും ബ്രാൻഡല്ല നമ്മളെ ആക്കുന്നത്, നമ്മളെ ഫേമസ് ആണ് ആക്കുന്നത്. ഇപ്പോൾ വളരെ മോശപ്പെട്ടൊരു സാധനമാണെന്ന് കരുതുക, അത് നമ്മൾ ഒരിക്കലും റാക്കിൽ പോയിട്ട് എന്ത് ചെയ്യില്ല, എടുക്കില്ല. നെഗറ്റീവ് ബ്രാൻഡ് ചെയ്തൊരു സാധനം വന്നു, അതൊരു വിഷമാണെങ്കിൽ നമ്മൾ റാക്കിൽ നിന്ന് എടുക്കുമോ? ഇല്ല. അതെടുക്കാത്തതിൻ്റെ കാരണം അത് ഫേമസ് ആണ്, പക്ഷെ അത് നമുക്ക് ട്രസ്റ്റ് നൽകുന്ന ഒരു ബ്രാൻഡല്ല. ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തിയുണ്ട്, ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് വലിയ ബ്രാൻഡായി എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിന് മറ്റു പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ അദ്ദേഹം ഗോൾഡ് ബ്രാൻഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഉണ്ടാകില്ല. കാരണം അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത് ബ്രാൻഡല്ല, ട്രസ്റ്റ് അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫെയിം മാത്രമാണ്. എല്ലാവരും നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വേറൊരു വ്യക്തി ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്നു, അതൊക്കെയാണ് ബ്രാൻഡിങ് എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫേമസ് ആക്കാനുള്ള ഒരു കോമാളിത്തരമാണ് പലപ്പോഴും അത് അവസാനിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ സമീപകാലത്ത് 2 പേരെ കാണുന്നുണ്ട്. അവർ കേരളത്തിലെ മികച്ച ബ്രാൻഡുകളായിട്ട് മോഹൻലാലിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടാകും അദ്ദേഹത്തെ. അവരൊരിക്കലും ബ്രാൻഡോ അവരിൽ മേൽ ഇൻവെസ്റ്റ്മെൻറ്റോ നടക്കുന്നില്ല. എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ട്രസ്റ്റാണ്. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് ഒരു പോസിറ്റീവ് ബ്രാൻഡ് ഉണ്ടാകുകയുള്ളൂ. നമ്മൾ നെഗറ്റീവായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ദീർഘകാലം നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഒരു പോസിറ്റീവ് ബ്രാൻഡിങ് എക്കോസിസ്റ്റം. അതല്ലേ നമുക്ക് വേണ്ടത്.